ക്രിസ്തുവേശുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. ഈ പ്രഭാതത്തിൽ നമ്മുടെ ചിന്തയ്ക്കായി ലഭിച്ചിരിക്കുന്ന വേദഭാഗം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 16-ാം അധ്യായം 23-ാം വാക്യം. അവനോ തിരിഞ്ഞു പത്രോസിനോട്, സാത്താനെ, എന്നെ വിട്ടുപോ, നീ എനിക്ക് ഇടർച്ചയാകുന്നു, നീ ദൈവത്തിൻ്റേതല്ല മനുഷ്യരുടേതത്രേ കരുതുന്നത് എന്ന് പറഞ്ഞു. നിരീശ്വരവാദിയായ ഒരു പ്രൊഫസർ ക്ലാസ്സിൽ തൻ്റെ വിദ്യാർത്ഥികളോട് ചോദിച്ചു, ദൈവമാണ് സകലവും സൃഷ്ടിച്ചതെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുവോ? പെട്ടെന്ന് തന്നെ ഒരു വിദ്യാർത്ഥി പറഞ്ഞു, അതെ, ദൈവമാണ് എല്ലാം സൃഷ്ടിച്ചത്. അപ്പോൾ പ്രൊഫസർ ചോദിച്ചു, അങ്ങനെയെങ്കിൽ തിന്മയും സൃഷ്ടിച്ചത് ദൈവം തന്നെയല്ലേ? തിന്മ സൃഷ്ടിച്ച ദൈവം തിന്മയെ ഇഷ്ടപ്പെടുന്നവനല്ലേ? വിദ്യാർത്ഥികളെല്ലാവരും നിശബ്ദരായി. ഒരു നിമിഷം കഴിഞ്ഞ് ഒരു വിദ്യാർത്ഥി പറഞ്ഞു, പ്രൊഫസർ, ഇപ്പോൾ നല്ല തണുപ്പുള്ള സമയമാണല്ലോ, ഈ തണുപ്പ് മാറ്റുവാൻ നാം എന്താണ് ചെയ്യുക? പ്രൊഫസർ പറഞ്ഞു, ഹീറ്റർ ഉപയോഗിക്കണം. വിദ്യാർത്ഥി പറഞ്ഞു, അപ്പോൾ തണുപ്പ് എന്നത് ചൂടിൻ്റെ അഭാവമാണ്, അതേ പ്രകാരം ഇരുൾ എന്നത് വെളിച്ചത്തിൻ്റെ അഭാവവുമാണ്. തിന്മയാവട്ടെ നന്മയുടെ അഭാവവും. നന്മയുടെ മൂർത്തിയായ ദൈവത്തെ നിഷേധിക്കുമ്പോഴാണ് തിന്മ വ്യാപരിക്കുന്നത്. അതിനാൽ തിന്മ പ്രത്യേകം സൃഷ്ടിക്കപ്പെടേണ്ടതില്ല. ഈ പ്രകൃതി ചൂടും വെളിച്ചവും തരുവാൻ ഒരു സൂര്യനുണ്ട്. എന്നാൽ തണുപ്പും ഇരുളും തരുവാൻ അങ്ങനെ ഒരു ക്രമീകരണവുമില്ല. സൂര്യനിൽ നിന്നുള്ള അകൽച്ചയാണ് തണുപ്പിനും ഇരുളിനും കാരണം. വെളിച്ചവും ചൂടും നമുക്ക് വീട്ടിൽ തന്നെ ഉൽപ്പാദിപ്പിക്കുവാൻ കഴിയും. ഇരുളും തണുപ്പും ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന യാതൊരു സംവിധാനവുമില്ല. വീടിനുള്ളിലെ ചൂട് പുറത്തേക്ക് തള്ളുന്നതിലൂടെയാണ് AC തുടങ്ങിയ ഉപകരണങ്ങൾ തണുപ്പ് നൽകുന്നത്. അതിനാൽ തണുപ്പ്, ഇരുൾ, തിന്മ ഇവയൊക്കെ ചൂട്, വെളിച്ചം, നന്മ ഇവയുടെ അഭാവം കൊണ്ട് മാത്രം സംഭവിക്കുന്നതാണ്. യഥാർത്ഥത്തിൽ പിശാചിൻ്റെ കാര്യവും അങ്ങനെയാണ്. ദൈവത്തെ നിഷേധിക്കുന്നതിൻ്റെ അനുഭവമാണ് പിശാചും തിന്മയും. അതിനാൽ ദൈവം യഥാർത്ഥ ഉണ്മ, ഇറ്റേണിറ്റി ആയിരിക്കുന്നത് പോലെ പിശാച് ഒരു ഉണ്മയല്ല, ദൈവനിഷേധത്തിൻ്റെ അനുഭവം മാത്രമാണ്. ആരാണ് പിശാചിനെ സൃഷ്ടിച്ചതെന്ന് ചോദിക്കുന്നവരുണ്ട്. അത് മറ്റാരുമല്ല, നാം തന്നെയാണ്. ദൈവഹിതത്തെ അവഗണിച്ച് നമ്മുടെ ഹീനതാൽപര്യങ്ങൾക്കനുസരണമായി നാം പ്രവർത്തിക്കുമ്പോൾ നാം കൊച്ചു പിശാചുക്കളായി മാറുകയാണ്. ആകയാൽ പിശാച് ദൈവത്തിൻ്റെ ആളത്വത്തോട് കിടപിടിക്കുന്ന ഒരു ഉണ്മയല്ല. ദൈവഹിതം അംഗീകരിക്കുവാൻ നമുക്കുള്ള വൈമുഖ്യം കാരണം നമ്മിലുണ്ടാകുന്ന രൂപാന്തരമാണ്. ആകയാൽ പിശാചുകളായിട്ടല്ല, ദൈവമക്കളായി ജീവിക്കുവാൻ നാം തയ്യാറാകണം. നമ്മുടെ ദുരാഗ്രഹങ്ങളെയും ദുർമോഹങ്ങളെയും സ്വാർത്ഥഭാവങ്ങളെയും ഉപേക്ഷിച്ച് ദൈവേഷ്ടം നിറവേറ്റുവാൻ നമുക്ക് കഴിയണം. അതിനായി തിന്മയുടെ എല്ലാ ഭാവങ്ങളോടും നിരന്തരം പോരാടുവാൻ സന്നദ്ധരാവണം. പിശാച് എന്ന് നാം പറയുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മെ തന്നെയാണ് നാം പറയുന്നത്. നമ്മേക്കാൾ വലിയൊരു പിശാചുണ്ടോ? ആകയാൽ സകല നന്മകളുടെയും ഉറവിടമായ എന്നെന്നും നിലനിൽക്കുന്ന ദൈവത്തിൻ്റെ ദിവ്യഹിതത്തിനനുസരണമായി ജീവിക്കുവാൻ നമുക്ക് ദൈവകരങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. ദൈവഹിതത്തിന് നമ്മെ തന്നെ കീഴ്പ്പെടുത്തുവാൻ ദൈവമേ ശക്തീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, ലഭിച്ച വചനത്തിനായി നന്ദിയോടെ സ്തോത്രം. പലപ്പോഴും പൈശാചിക സ്വഭാവങ്ങൾ ഞങ്ങളുടെ ജീവിതത്തെ അങ്ങിൽ നിന്നും അകറ്റിക്കളഞ്ഞിട്ടുണ്ട്. കർത്താവെ, അങ്ങയോടടുത്ത് ജീവിപ്പാൻ ദൈവമേ ആവശ്യമായ കൃപ ഈ പ്രഭാതത്തിലെ വചനധ്യാനത്തിലൂടെ ഞങ്ങൾക്കും നൽകണമേ. പുത്രൻ്റെ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണം പിതാവേ. ആമേൻ.